ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30ാം വാർഷികം മന്ത്രി KM ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി K മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. विभिन्न परीक्षाओं की फ्री ऑनलाइन कोचिंग हमने करने का निर्णय किया है. डिजिटल पब्लिक इंफ्रास्ट्रक्चर है, हमारे पास उत्तम टैलेंट है, टीचर्स है. उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 5 से 15 उम्र के बच्चों में खेल प्रतिभा ढूंढने के लिए गांव-गांव, शहर-शहर, स्कूल-स्कूल एक टैलेंट हंट का अभियान चलाया जाएगा. രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80ാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, HLL ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി AG ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി K മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുൻപായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ
വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യസംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി PMFME-യുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന PMFME കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3ഉം 5ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ P. ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുക. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30ാം വാർഷികം മന്ത്രി KM ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി K മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.